ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ലീഗ് ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് തന്നെ ആയിരിക്കും. അത്രയധികം ജനസമ്മതിയുണ്ട് ക്രിക്കറ്റ് എന്ന കായിക മാമാങ്കത്തിന് ഇന്ത്യയിൽ. ഓരോ IPL-ഉം കോടികളുടെ കച്ചവട സാധ്യതകളാണ് വഴി തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പിനും അതുവഴി ഉണ്ടാകുന്ന ജനസമ്മതിക്കും വേണ്ടി ഓരോ ഫ്രാഞ്ചൈസികളും നടത്തുന്ന കിടമത്സരങ്ങളും മുന്നൊരുക്കങ്ങളും നാം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ IPL-ന്റെ നിയന്ത്രണത്തിനും മറ്റു അറേഞ്ച്മെന്റ്സിനും വേണ്ടി ഒരു ഗവേണിംഗ് കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ BCCI കൂടി അംഗീകരിക്കേണ്ടതുമുണ്ട്. അത് കഴിഞ്ഞാൽ അത് IPL-ൽ നിയമമായി മാറുന്നു. അങ്ങനെ വരുന്ന 2025 സീസണിനായി ഗവേണിംഗ് കൗൺസിൽ കൂടി ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീക്ക് സ്പോർട്സ്. ഒരു പക്ഷേ ഈ വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്കുകൾ കണ്ടേക്കാം. അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വരുന്ന 2025 സീസൺ IPL-ൽ മെഗാ താരലേലമാണ് നടക്കാൻ പോകുന്നത്. മെഗാ താരലേലത്തിനു ചില പ്രത്യേകതകളുണ്ട്. അവിടെ ടീമുകൾക്ക് നിലനിർത്താനുള്ള താരങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ബാക്കിയുള്ളവരെയെല്ലാം ലേലത്തിൽ വെക്കണം എന്ന നിബന്ധനയാണുള്ളത്. ഓരോ ഫ്രാഞ്ചൈസികളും മറ്റും ടീമുകളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഈ നിബന്ധന വഴി പല താരങ്ങളെയും ഒഴിവാക്കേണ്ടതായി വരുന്നത് ഓരോ ഫ്രാഞ്ചൈസികളുടെയും ടീമിൻ്റെ തന്നെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. കഴിഞ്ഞ തവണ നിലനിർത്താവുന്ന താരങ്ങളുടെ എണ്ണം 4 ആയിരുന്നു. ഇത്തവണ അത് 6 ആയി വർദ്ധിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ ടീമുകളിലും ആരൊക്കെ നിലനിൽക്കും, ആരൊക്കെ പുറത്തു പോകും എന്ന ശക്തമായ ചർച്ചയും വിശകലനവുമാണ് പുറത്തു തകൃതിയായി നടക്കുന്നത്. മറ്റൊരു തീരുമാനം പരിശോധിച്ചാൽ ഇമ്പാക്ട് പ്ലെയർ സംവിധാനം 2027 വരെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു തീരുമാനം പരിശോധിക്കുമ്പോൾ IPL-ൽ മാച്ച് ഫീസ് സംവിധാനം കൊണ്ടുവരുവാൻ തീരുമാനമായി. അടുത്ത സീസൺ മുതൽ ഇതുപ്രകാരം ഓരോ കളിക്കാരും 7,50,000 രൂപ വെച്ച് ഓരോ കളിക്കും ലഭിക്കും. കളിക്കാർക്ക് ലഭിക്കുന്ന കരാർ തുകയ്ക്കും മറ്റ് അലവൻസുകൾക്കും പുറമെയാണിത്. സീസണിലെ എല്ലാ മത്സരങ്ങളും കളിക്കുന്നയാൾക്ക് മാച്ച് ഫീസ് ഇനത്തിൽ മാത്രം 1.5 കോടി രൂപ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2024-ൽ ടീമുകൾക്ക് മുടക്കാവുന്ന ആകെ ലേലത്തുക 110 കോടി രൂപയായിരുന്നു. 2025-ൽ ഈ ലേലത്തുക 146 കോടി രൂപയായും നിശ്ചയിച്ചു. മറ്റൊരു പ്രധാന തീരുമാനം എല്ലാ വിദേശ താരങ്ങളും മെഗാ ലേലത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം തുടർന്നുള്ള വർഷങ്ങളിൽ ലേലത്തിൽ പങ്കെടുക്കുവാൻ വിദേശ താരങ്ങൾക്ക് കഴിയില്ല. കഴിഞ്ഞ 5 വർഷമായി ഒരു അന്താരാഷ്ട്ര മത്സരവും കളിക്കാത്ത എല്ലാ ഇന്ത്യൻ കളിക്കാരെയും അൺക്യാപ്ഡ് പ്ലെയറായി കണക്കാക്കുവാനും BCCI തീരുമാനിച്ചു. ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ചെന്നൈ സൂപ്പർ കിങ്സിനായിരിക്കും. മഹേന്ദ്ര സിംഗ് ധോണി 2019 ഏകദിന ലോകകപ്പ് സെമിഫൈനലിലാണ് അവസാനമായി കളിച്ചത്. 5 വർഷം പൂർത്തിയായതിനാൽ ധോണിക്ക് അൺക്യാപ്ഡ് പ്ലെയറായി ടീമിൽ തുടരാനാകും. അൺക്യാപ്ഡ് പ്ലെയർ എന്ന നിലയിൽ ധോണിയെ നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് പരമാവധി 4 കോടി രൂപ മതിയാകും. ലേലത്തിൽ വിറ്റുപോയ താരങ്ങൾ മതിയായ കാരണങ്ങളില്ലാതെ ലീഗിൽ നിന്ന് വിട്ടുനിന്നാൽ ഇനിയുള്ള സീസണിൽ പണി കിട്ടുമെന്നുറപ്പാണ്. തുടർന്നുള്ള 2 സീസണുകളിൽ കളിക്കാനോ ലേലത്തിൽ പങ്കെടുക്കുവാനോ അവർക്ക് കഴിയില്ല. 2025 IPL സീസണിന് മുന്നോടിയായി മെഗാ താരലേലം നവംബർ ഒടുവിലോ ഡിസംബർ ആദ്യവാരമോ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേദിയുടെ കാര്യത്തിൽ മാത്രം അന്തിമ തീരുമാനമായിട്ടില്ല. 2025 IPL സീസൺ എന്തുകൊണ്ടും വിജയമാവട്ടെ എന്നും പുതിയ പ്രതിഭകൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.